കോപ്പ അമേരിക്ക ഫൈനൽ ലക്ഷ്യമരായി കാത്തിരിക്കുകയാണ് അർജന്റീന ആരാധകർ. മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊളംബിയയാണ് കിരീടപോരിൽ എതിരാളികൾ. അമേരിക്കയിൽ ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കുക. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 5:30 അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള കലാശ പോരാട്ടം. ആധികാരിക ജയത്തോടെ അർജന്റീന തന്നെ കിരീടം നിലനിർത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ എളുപ്പത്തിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. താരതമ്യേന കടുത്ത എതിരാളികളെയൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അല്പമെങ്കിലും പ്രയാസം അനുഭവിച്ചത് ഇക്വഡോറിനെതിരായ ക്വാർട്ടർ പോരാട്ടത്തിലായിരുന്നു. പക്ഷേ ഇതുവരെയുള്ള പോലെയല്ല ഫൈനൽ മത്സരം. കഴിഞ്ഞ 28 മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽവിയറിയാതെ അപരാജിത കുതിപ്പ് നടത്തിവരുന്ന കൊളംബിയ അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുറപ്പാണ്. ഈ മത്സരം നിയന്ത്രിക്കുന്ന റഫറിയെ ഇപ്പോൾ കോൺമെബോൾ ഔദ്യോഗികമായി നിയമിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ റഫറിയായ റഫേൽ ക്ലോസ് ആണ് ഫൈനൽ മത്സരം നിയന്ത്രിക്കുക. 2015 മുതൽ സൗത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാൽ ലയണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും അത്ര ഇഷ്ടമില്ലാത്ത ബ്രസീലിയൻ റഫറിയാണ് ഇദ്ദേഹം. 2022 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ പരാഗ്വയ്ക്കെതിരായുള്ള അർജന്റീനയുടെ മത്സരം ഇദ്ദേഹമാണ് നിയന്ത്രിച്ചത്. ഈ മത്സരത്തിൽ റഫേൽ എടുത്ത ചില തീരുമാനങ്ങൾ അർജന്റീനയ്ക്കെതിരായിരുന്നു. അവരുടെ ഒരു ഗോൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു. മെസ്സിക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നിങ്ങൾ 2 തവണയാണ് ഞങ്ങളെ ചതിച്ചതെന്ന് മത്സരശേഷം റഫറിയോട് മെസ്സി തട്ടിക്കയറുകയും ചെയ്തിരുന്നു. ആ റഫറി തന്നെയാണ് ഇപ്പോൾ കലാശ പോരാട്ടം നിയന്ത്രിക്കാൻ വരുന്നത്. മാത്രമല്ല അസിസ്റ്റന്റ് റഫറിമാരും വാർ റഫറിമാരും ബ്രസീലിൽ നിന്നുള്ളവരാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.